അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. കേരളത്തിന്റെ 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ രേഖപ്പെടുത്തിയത് കനത്ത പോളിംഗ്. വൈകിട്ട് 6:30 വരെയുള്ള കണക്കനുസരിച്ച് 75.1% കേരളത്തിൽ രേഖപ്പെടുത്തിയത്. 2021 ഇത് 75%. വരും മണിക്കൂറുകളിലെ കണക്കുകൾ അനുസരിച്ച് വോട്ടിംഗ് ശതമാനം ഇനിയും ഉയരാനാണ് സാധ്യത. സംസ്ഥാന ചരിത്രത്തിൽ പ്രചരണത്തിന് ഏറ്റവും കുറച്ച് സമയം ലഭിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വോട്ടെടുപ്പ് വരെ 25 ദിവസം മാത്രമാണ് ലഭിച്ചത്. ഇതിൽ പരസ്യപ്രചരണത്തിന് ലഭിച്ചത് 23 ദിവസവും. കുറഞ്ഞ സമയം മാത്രം ലഭിച്ചിട്ടും പ്രചരണം ഇത്തവണ കെങ്കേമമാക്കുവാൻ 3 പ്രധാന മുന്നണികൾക്കും സാധിച്ചു എന്നതിൻ്റെ സൂചന കൂടിയാണ് പോളിംഗിൽ രേഖപ്പെടുത്തിയ ഉയർന്ന കണക്കുകൾ. തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഒടുവിൽ ലഭിച്ച കണക്കനുസരിച്ച് 74.34% പോളിംഗാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2021 ഇത് 73.76%. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ലയിലെ മണ്ഡലം വടക്കാഞ്ചേരിയാണ്. കനത്ത പോരാട്ടം നടക്കുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിൽ 77.16% വൈകിട്ട് 6:30 വരെ ലഭിച്ച കണക്ക് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021 76.16% ചേലക്കര മണ്ഡലത്തിൽ 75.39% രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുന്നംകുളം മണ്ഡലത്തിൽ 74.23% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വികസനവും ക്ഷേമവും എന്നിവയിൽ അധിഷ്ഠിതമായി തങ്ങൾ നടത്തിയ 10 വർഷത്തെ ഭരണത്തിന് തുടർച്ച നൽകണമെന്ന സന്ദേശവുമായാണ് LDF കളത്തിലിറങ്ങിയത്. 5 ക്ഷേമ ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് UDF പ്രധാനമായും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP നയിക്കുന്ന NDA മുന്നണിയും പ്രബലമായ ഒരു മൂന്നാം ശക്തിയായി രംഗത്തുണ്ട് എന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായിരുന്നു. എന്തു തന്നെയായാലും മികച്ച പോളിംഗ് ആർക്ക് അനുകൂലമാകും എന്ന് വ്യക്തമാക്കാൻ മെയ് 4 വരെ കാത്തിരിക്കാം. You are watching VCV News.